പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഫത്ഹിനെ കുറിച്ചാണ്. സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും സൂറത്തുൽ ഫത്ഹ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു ആയത്ത് ആവർത്തിച്ച് പാരായണം ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചുമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളെ ജീവിതത്തിൽ നിത്യമാക്കേണ്ട, ഉപയോഗപ്പെടുത്തേണ്ട അത്ഭുതകരമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്നത്. പല സഹോദരിമാരും പല ഉമ്മമാരും എല്ലാ ദിവസവും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നവരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സൂറത്തുൽ ഫത്ഹിലെ 29ാമത്തെ ആയത്ത് ആവർത്തിച്ച് പാരായണം ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് പഠിക്കാം. സൂറത്തുൽ ഫത്ഹ് പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും നമ്മൾക്ക് വിശദമായി പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫത്ഹിനെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ലോകത്തുള്ളത് മുഴുവനും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് സൂറത്തുൽ ഫത്ഹിനെയാണ്, സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യാനാണെന്ന് മുത്തുനബി സഹാബത്തെ കിറാമിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സൂറത്തുൽ ഫത്ഹിന്റെ സ്ഥാനം എത്രയാണ്, പവർ എത്രയാണ്? ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അത് സ്വർണമാകട്ടെ, വെള്ളിയാകട്ടെ, സമ്പത്താകട്ടെ, എന്താകട്ടെ, അതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് സൂറത്തുൽ ഫത്ഹിനെയാണെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നു, റിദല്ലാഹ്, ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ മുസ്ലിമെ നമ്മൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് ആരുടെ തൃപ്തി ലഭിച്ചിട്ടില്ലെങ്കിലും അള്ളാന്റെ തൃപ്തി നമ്മൾ കരസ്ഥമാക്കണം. അള്ളാന്റെ തൃപ്തി കരസ്ഥമാക്കിയില്ലെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾക്ക് വിജയിക്കാൻ കഴിയൂല. നമ്മൾ പരാജയപ്പെട്ടു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ സൂറത്തുൽ ഫത്ഹ് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം മഹത്തുക്കൾ പറയുന്നത് ഹബീബായ തങ്ങളുടെ പൊരുത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ആഗ്രഹിക്കാത്ത സത്യവിശ്വാസികളുണ്ടോ? നിങ്ങളൊക്കെ സത്യവിശ്വാസികളല്ലേ? നിങ്ങളൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പൊരുത്തം, ആ തൃപ്തി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് കരസ്ഥമാകാൻ നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അള്ളാഹു സൂറത്തുൽ ഫത്ഹിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സിലെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. അതുപോലെ സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ വെച്ചാണ് സൂറത്തുൽ ഫത്ഹ് ഓതുന്നെങ്കിൽ നമ്മളെ വീട്ടിൽ സമാധാനം ഉണ്ടാവും. നമ്മളൊക്കെ പല ആളുകളും പറയാറില്ലേ, വീട്ടിൽ സമാധാനമില്ല ഉസ്താദെ, വീട്ടിൽ വിഷമാണ് ഉസ്താദെ, വീട്ടിൽ സങ്കടാണ് ഉസ്താദെ. അതിനുള്ള വഴിയാണ് അള്ളാഹു നമ്മൾക്ക് തന്നത് സൂറത്തുൽ ഫത്ഹ്. നല്ല ശാന്തത ഉണ്ടാകും വീട്ടിൽ നല്ല സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് സൂറത്തുൽ ഫത്ഹ് ഓതണം. ഓതൂലേ? അള്ളാഹു ഓതാനുള്ള തൗഫീക്ക് നൽകട്ടെ. എന്റെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ പ്രിയമുള്ളവരെ, സൂറത്തുൽ ഫത്ഹ് ഓതണം. നല്ല സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകും. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിച്ച പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയാണ്
സൂറത്തുൽ ഫത്ഹ് ചില്ലറയല്ല, നിസാരമാക്കേണ്ട ഒരു സൂറത്തല്ല. ഹബീബായ തങ്ങളെ സന്തോഷിപ്പിച്ച പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുമെന്ന് പറയുമ്പോൾ സൂറത്തുൽ ഫത്ഹിന്റെ സ്ഥാനത്രയാണ് പ്രിയമുള്ളവരെ. അള്ളാഹുവെ, സൂറത്തുൽ ഫത്ഹിന്റെ ബർക്കത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹം സ്വർഗത്തിൽ വെച്ച് കാണാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ റഹ്മാനെ. അതുപോലെ സൂറത്തുൽ ഫത്ഹ് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് മഹത്തുക്കൾ പറയുന്നത്? സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നിറയും, വീട്ടിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് നിറയുമെന്നാണ് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. വീട്ടിൽ റഹ്മത്തില്ല ഉസ്താദെ, വീട്ടിൽ സന്തോഷമല്ല ഉസ്താദെ, ഒരു ബറക്കത്തുമില്ലാന്ന്. എന്നാൽ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവാൻ, വീട്ടിൽ റഹ്മത്ത് ഉണ്ടാവാൻ, വീട്ടിൽ സന്തോഷം ഉണ്ടാവാൻ സൂറത്തുൽ ഫത്ഹ് ഓതാനാണ് മഹത്തുക്കൾ നമ്മളോട് പറയുന്നത്. നമ്മൾ എന്തേ സൂറത്തുൽ ഫത്ഹിൽ നിന്ന് വിട്ടുനിന്നത്? ഒരിക്കലും നമ്മൾ വിട്ടു നിർത്തേണ്ട ഒരു സൂറത്തല്ല സൂറത്തുൽ ഫത്ഹ്. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ ഫത്ഹ് ഓതുമ്പോ എന്നല്ല, ഖുർആനൊക്കെ ഓതുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കിബിരയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലൊക്കെ ഓതാ, ഉസ്താദ് പറഞ്ഞുക്കണു സൂറത്തുൽ ഫത്ഹ് ഓതാൻ പറഞ്ഞുക്കണു എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എങ്ങോട്ടേലും തിരിഞ്ഞ് ഖുർആൻ ഓതല അല്ല. സൂറത്തുൽ ഫത്ഹ് ഓതുന്ന സമയത്ത്, അതല്ലെങ്കിൽ മറ്റുള്ള സൂറത്തുകൾ ഓതുന്ന സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വുളു ഉണ്ടായിരിക്കണം. ചിലപ്പോ മൊബൈൽ ഫോണിലാണ് നോക്കി ഓതുക അല്ലെ, നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈലില്ലേ? ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ഒരു യുഗാണ്. ഖുർആൻ പിടിക്കാൻ ആളില്ല, ഖുർആനിലേക്ക് നോക്കാൻ ആളില്ല. പിന്നെന്തിനാ വീട്ടിൽ ഖുർആന്? ഖുർആൻ പിടിക്കലും സുന്നത്താണ്, ഖുർആനിലേക്ക് നോക്കലും സുന്നത്താണ്. അതിനൊന്നും ആളില്ല. അത് മൊബൈലിലുണ്ട് ഉസ്താദേത്. മൊബൈലിലുള്ള ഖുർആൻ ഓതുമ്പോ പിന്നെ ഉളു എടുക്കണ്ടല്ലോ. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ മൊബൈലിൽ ഓതുമ്പോ ഉളുവിന്റെ ആവശ്യമൊന്നുമില്ല. മൊബൈലിൽ ഖുർആൻ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ പിടിക്കുന്നുണ്ടെങ്കിലും ഉളുവിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഖുർആൻ ഓതുന്ന സമയത്ത് അത് മൊബൈലിൽ നോക്കി ഓതുകയാണെങ്കിലും അല്ലാത്ത സ്ഥലങ്ങളിൽ നോക്കി ഓതുകയാണെങ്കിലും ഖുർആൻ ഓതുന്ന സമയത്ത് ഉളു ഉണ്ടായിരിക്കല് പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ സൂറത്തുൽ ഫത്ഹ് ഓതുമ്പോ മൊബൈലിലൊക്കെ ഒഴിവാക്കിയിട്ട് ഖുർആൻ എടുത്ത് ഓതുക. അങ്ങനെ സൂറത്തുൽ ഫത്ഹ് ഉളു എടുത്ത് പാരായണം ചെയ്യുക. ഈ ഓതുന്ന സമയത്ത് ചില ആളുകൾ ഇങ്ങനെ അനാവശ്യമായി സംസാരിക്കും. അല്പനേരം ഖുർആൻ ഓതും, പിന്നെ അടുത്തുള്ള ആളോട് സംസാരിക്കും, അല്പനേരം ഖുർആൻ ഓതും, പിന്നെ സംസാരിക്കും, പിന്നെ മൊബൈലിൽ ഒന്ന് തോണ്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ ഖുർആൻ ഓതേണ്ട കൂട്ടരെ. അങ്ങനെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രതിഫലവും ലഭിക്കില്ല. നമ്മൾ ഖുർആനിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്, ഖുർആനുമായി അഭിമുഖീകരിക്കുകയാണ്. അപ്പൊ ആ രൂപത്തിലാണ് നമ്മൾ ഖുർആൻ ഓതേണ്ടത്. ഖുർആനിന് കൊടുക്കേണ്ട ബഹുമാനങ്ങൾ കൊടുക്കുക. അനാവശ്യമായ ശബ്ദങ്ങളും കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി ആത്മാർത്ഥതയോടുകൂടെ ഓതണമെന്ന് കൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ വിജയം കൈവരിക്കാൻ കഴിയും. ഏത് മേഖലയിലും വിജയിക്കാൻ കൈവരിക്കാൻ കഴിയും. പരീക്ഷയിലാണെങ്കിലും, കച്ചവടത്തിലാണെങ്കിലും, ജീവിതത്തിലാണെങ്കിലും, മക്കളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾക്ക് വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതുപോലെ സലാമത്ത് നൽകും. എത്ര ആളുകൾ എന്നോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ മക്കള് ജയിലിലാണ്, കള്ളക്കേസിൽ കുടുങ്ങി ജയിലിൽ അകപ്പെട്ടിട്ടുണ്ട് ഉസ്താദെ. അതുപോലെ തന്നെ എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്, ഭാര്യ കേസ് കൊടുത്തിട്ടുണ്ട്, ഭർത്താവ് കേസ് കൊടുത്തിട്ടുണ്ട്, അയൽവാസി കേസ് കൊടുത്തിട്ടുണ്ട്, ഇനി എന്താ ചെയ്യാന്ന്. എന്റെ പ്രിയമുള്ളവരെ, അതിന് പറ്റിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. സലാമത്ത് ഉണ്ടാകും, ജയിൽ മോചനം ഉണ്ടാകും, കേസിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഫത്ഹിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ജയിലുകൾക്കൊക്കെ ജയിൽ മോചനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. 21 ദിവസം തുടർച്ചയായി ഓതാൻ മഹാന്മാര് പറഞ്ഞതായി കാണാം ആവശ്യ പൂർത്തീകരണത്തിന്. അതുപോലെ തന്നെ 3 ദിവസം തുടർച്ചയായി ഓതാൻ മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട്. 11 പ്രാവശ്യം തുടർച്ചയായി സൂറത്തുൽ ഫത്ഹ് ഓതാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ദിവസം തുടർച്ചയായി സൂറത്തുൽ ഫത്ഹ് ഓരോ പ്രാവശ്യം ഓതാൻ മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെ സൂറത്തുൽ ഫത്ഹ് ഓതിന്റെ വ്യത്യസ്തങ്ങളായ കണക്കുകളാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഫത്ഹി അബ്വാബി റിസ്ഖി, ഭക്ഷണത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന പറയുന്നത്. അഥവാ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനും, അതുപോലെ മക്കൾക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, നല്ല റാഹത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. പട്ടിണി നടക്കണ്ട, ക്യാഷില്ല, മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങളെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഒരാളെ മുന്നിൽ കൈ നീട്ടേണ്ട കൂട്ടരെ സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കോളൂ. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയും. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എളുപ്പം നൽകും. വീട് പണി തുടങ്ങിയിട്ട് ഉസ്താദെ എത്ര കാലമായി എന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലെ. വീട് പണി തുടങ്ങിയിട്ട് 1 വർഷമായി, 10 വർഷമായി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. വിവാഹം ആലോചിക്കാൻ തുടങ്ങിയിട്ട് 6-5 വർഷമായി, ഇപ്പോഴും വിവാഹം ശരിയായിട്ടില്ല എന്ന് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും പറഞ്ഞിട്ടുണ്ട്.
എൻ്റെ പ്രിയമുള്ളവരെ, അതിന് സൂറത്തുൽ ഫത്ഹ് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു എളുപ്പത്തരം നൽകുമെന്നുള്ളതാണ്. അതുപോലെ തഹ്സീനുൽ അംബാലി വൽ അംഫുസി, നമ്മുടെ ശരീരത്തിനും നമ്മുടെ സമ്പത്തിനും അത് വലിയ ഒരു കാവൽ കോട്ടയാണ് എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സമ്പത്ത് അങ്ങനെ നശിച്ചു പോകൂല, കള്ളന്മാരെ ശല്യം ഉണ്ടാവൂല. ഇപ്പൊ കള്ളന്മാരെ ശല്യാണല്ലോ. സ്വർണ്ണാഭരണത്തിന് വില കൂടിയപ്പോ എല്ലാ വീട്ടിലും കള്ളന്മാര് കയറുകയാണ്. കാരണം എന്താ? ഒരു ഭവം കിട്ടിയാൽ മതി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഒരു പാവം കിട്ടിയാൽ തന്നെ ഒരു 4-5 മാസം ജീവിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ പല കള്ളന്മാരും അതിനുവേണ്ടി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ കുടുംബത്തിനെയും മക്കളെയും സമ്പത്തിനെയും കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നമ്മളുടെ സമ്പത്തിനും നമ്മുടെ ശരീരത്തിനുമുള്ള കാവൽ കോട്ടയാണ് സൂറത്തുൽ ഫത്ഹ് എന്ന് ഉസ്താദുമാര് പറയുന്നുണ്ട്. ഇനി എൻ്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ 29-ാമത്തെ ആയത്ത് എത്തിക്കഴിഞ്ഞാൽ ആ 29-ാമത്തെ ആയത്ത് നമ്മൾ ആവർത്തിച്ച് ചൊല്ലുക. 29-ാമത്തെ ആയത്തിന് വലിയ ഫലമുണ്ട് എന്ന്, വലിയ ബറക്കത്തുണ്ട് എന്ന് ആരിഫീങ്ങൾ. അങ്ങനെ സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്ത് നമ്മൾ ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ വിവാഹ തടസ്സങ്ങൾ മാറും, ദാമ്പത്യ ജീവിതത്തിലൊക്കെ ബർക്കത്തുണ്ടാകും, ഭർത്താവിന്റെ സ്വഭാവങ്ങളൊക്കെ മാറും. ഭർത്താവ് നന്നാവണം എന്നുള്ള നെയ്യത്തോട് ഈ 29-ാമത്തെ ആയത്തൊന്ന് ചൊല്ലി നോക്ക്. ഭർത്താവിന് നല്ല സ്വഭാവം ലഭിക്കും, ഭർത്താവിന് നല്ല ജോലി ലഭിക്കും, ദാമ്പത്യ ജീവിതത്തിലെ വിള്ളലുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അകറ്റിത്തരുകയാണ്. നമ്മളെ ജീവിതത്തിൽ വലിയ ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ 29-ാമത്തെ ആയത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു ഓതാനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവെ, സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ റഹ്മാനെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ആമീൻ പറയാതെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രാർത്ഥന കബൂൽ ചെയ്യുക? എന്റെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ ആമീൻ പറയണം. ആമീൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവെ, നീ ഉത്തരം നൽകു, നീ സ്വീകരിക്ക് എന്നൊക്കെയല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുക? അള്ളാഹു എല്ലാ പ്രയാസങ്ങളും അകറ്റി തരട്ടെ. ആമീൻ പറയാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.